ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോയിൽ സൈൻലാബ സ്റ്റൈലിലുള്ള സലാം കെട്ടിയ റെസിപ്പിയുടെ വീഡിയോ ആണ്. വളരെയധികം വില കൊടുത്ത് വാങ്ങുന്ന ഈ റെസിപ്പി നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു കസ്റ്റർഡ് മിക്സ് തയ്യാറാക്കേണ്ടതുണ്ട്. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 കപ്പ് പാലാണ് കേട്ടോ നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതിൽ നിന്നും കുറച്ച് മാത്രം ചേർത്തിട്ട് ആദ്യം നല്ലപോലെ മിക്സ് ചെയ്ത് കട്ടകളില്ലാതെ മാറ്റി വയ്ക്കുക. കട്ടകളില്ലാതെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ കൈവിടാതെ ഒരു 2-3 മിനിറ്റ് ഇളക്കുമ്പോഴേക്കും ഇതുപോലെ കുറുകി കിട്ടും കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്കൊരു പിസ്താഷ്യോ ക്രീം തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട് കേട്ടോ. ഒരു ബൗൾ നിറയെ പിസ്ത എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ഇതിലേക്ക് എടുക്കാം. ഒലിവ് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് കുക്കിംഗ് ക്രീമാണ് കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ പിസ്താഷ്യോ ക്രീമും ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് 2 കപ്പോളം കുനാഫ ചെറുതായി കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ടൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ കുനാഫ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി കുനാഫ നല്ലപോലെ തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഈ കളറൊക്കെ മാറിയിട്ട് ബ്രൗൺ കളർ ആവണ വരെ അത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ അത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതിൽ നിന്നും കുറച്ച് മാത്രം എടുത്തിട്ട് പിസ്തയുടെ ക്രീം ഉണ്ടല്ലോ അത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. 1 കപ്പ് വിപ്പിംഗ് ക്രീം ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു റിച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കണില്ല. അങ്ങനെ വിപ്പിംഗ് ക്രീമൊക്കെ നല്ലപോലെ തന്നെ ബീറ്റ് ചെയ്തെടുത്ത് സ്റ്റിഫ് ആവണ വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതവിടെ മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഡ്രീം കേക്കിൻ്റെ പാത്രത്തിലാണ് കേട്ടോ ആദ്യം സെറ്റ് ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ കസ്റ്റർഡിൻ്റെ മിക്സ് ഇതുപോലെ ഫസ്റ്റ് ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് നമുക്കൊരു കേക്കാണ് കേട്ടോ. ഏത് സ്പെഞ്ച് വേണമെങ്കിലും ഇതിലേക്ക് എടുക്കാം. എൻ്റെ ചാനലിൽ തന്നെ കുറേയധികം കേക്ക് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കേക്കിൻ്റെ റെസിപ്പി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ കേക്കൊന്ന് വെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് പാലും കണ്ടൻസ്ഡ് മിൽക്കും പാടെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലോട്ട് പിസ്താഷ്യോ ക്രീം മിക്സ് ചെയ്ത് നമ്മുടെ കുനാഫ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പ്ലെയിനായിട്ട് റോസ്റ്റ് ചെയ്തെടുത്ത കുനാഫ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലേക്കായിട്ട് പിസ്തയുടെ ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് മൊത്തം സ്പ്രെഡ് ചെയ്യേണ്ട, ഒരു പകുതിയോളം സ്പ്രെഡ് ചെയ്തെടുക്കുക. ബാക്കി പകുതി ന്യൂട്ടല്ലയാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. ന്യൂട്ടല്ല നല്ല കട്ടയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റായിട്ട് പിസ്ത ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് സെല്ലപ്പൻ്റെ പാത്രത്തിലൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനായിട്ട് കുറച്ച് കേക്ക് കൂടി ബാക്കി ഉണ്ടായിരുന്നു. അത് പീസസ് ആയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അടിയിലായിട്ട്. അതിൻ്റെ മുകളിലോട്ട് പാൽ ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലും മിൽക്ക് മെയ്ഡും പാടെ മിക്സ് ചെയ്തതാണ്. അതിൻ്റെ മുകളിലേക്ക് കുനാഫ പിസ്തയുടെ ക്രീം തേച്ച കുനാഫ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് പ്ലെയിൻ കുനാഫ റോസ്റ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് ഫുള്ളായിട്ട് ഞാൻ പിസ്താഷ്യോ ക്രീമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ന്യൂട്ടല്ല എൻ്റെ കയ്യിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ പിസ്തയുടെ ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ സൈഡിൽ ഇങ്ങനെ ഇതുപോലെ കുനാഫ വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു 3 ബ്ലൂബെറി നടുവിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കൂടി ഒന്ന് കാണിച്ചു തരാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.